ഇന്ന് നമ്മുടെ കൊല്ലം TD തിരുമല ദേവസ്വം അമ്പലത്തിൽ കൊടിയേറ്റായിരുന്നു. ഞങ്ങളുടെ മോന് പരീക്ഷ ഉള്ളതുകൊണ്ട് ഞങ്ങൾ പരീക്ഷ കഴിഞ്ഞ് ഒരു 12 മണിയോടുകൂടി അമ്പലത്തിലെത്തി. ഞാനിവിടെ കൊല്ലത്ത് വന്നിട്ട്, എൻ്റെ കല്യാണം കഴിഞ്ഞ് ഞാൻ കൊല്ലത്ത് വന്നിട്ട് 8 വർഷമായി. ഞാൻ ഇതുവരെ എൻ്റെ അമ്പലത്തിൽ കൊടിയേറ്റ് ഞാൻ മിസ് ചെയ്തിട്ടില്ല. അത് എന്നാൽ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് കരുതിയാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ എൻ്റെ പരീക്ഷയും കഴിഞ്ഞ് ഞങ്ങൾ അച്ഛനും അമ്മയും ചേട്ടനും മോനും എല്ലാവരുമായിട്ട് അമ്പലത്തിൽ പോയി കൊടിയേറ്റ് കണ്ടു. അതിൻ്റെ ആരതി കൊണ്ടു. അതിന് ശേഷം ഓരോരോ പൂജകളും, അങ്ങനെ വാഹന പൂജ, പല്ലക്ക് പൂജ, അതൊക്കെ നമ്മുടെ കസ്റ്റംസിലുള്ള ഓരോ പരിപാടികളാണ് കേട്ടോ. ഞങ്ങൾ ബ്രാഹ്മിൺസാണ്. ബ്രാഹ്മിൺസ് മീൻസ് കൊങ്ങിണികളാണ്. അപ്പം ഞങ്ങളുടെ കസ്റ്റം പ്രകാരം ഓരോരോ ചടങ്ങുകൾ നമുക്കുണ്ട്. അതിനുശേഷം ആരതിയെല്ലാം കഴിഞ്ഞതിന് ശേഷം കൊടിയേറ്റാണ് നിങ്ങളീ കാണുന്നത്. കൊടിയേറ്റി കഴിഞ്ഞിട്ട് അവിടെ ചെറിയ 4 മൂലകളിലും ചെറിയ കൊടികൾ കയറ്റും. അതിനുശേഷം ഓരോരോ കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഭഗവാനെ പല്ലക്കിൽ കൊണ്ടുപോയിട്ട് പൂജയുണ്ട്. പല്ലക്കിൽ കൊണ്ടുപോയി അമ്പലത്തിൽ ചുറ്റും വലം വയ്ക്കും. അതിനുശേഷം 8 ദിവസം ഉത്സവത്തിൻ്റെ നാളുകളാണ്. ഉത്സവത്തിൻ്റെ നാളുകളെന്ന് പറഞ്ഞാൽ ഭയങ്കര ആഘോഷമാണ് കേട്ടോ. രാവിലെ ശീവേലിക്ക് ആനയില്ലാത്ത ശീവേലിയാണ് ശീവേലി. അതിനുശേഷം ഉച്ചയ്ക്ക് പല്ലക്ക് പൂജ. പല്ലക്കെന്ന് വെച്ചാൽ ദൈവത്തിനെ പല്ലക്കിൽ ഇരുത്തിയിട്ട് അമ്പലത്തിന് വലമെടുക്കുന്ന ഒരു പൂജ, പല്ലക്ക് പൂജ. അതിനുശേഷം ഊണുണ്ട്. ഊണിന് ശേഷം പിന്നെ നടയടച്ച് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം പൂജയുണ്ട്. ഇന്ന് ഞങ്ങളുടെ ചേച്ചി, അതായത് ഞങ്ങളുടെ സമുദായത്തിലെ ചേച്ചി ഇലക്ഷനിൽ നിന്ന് ജയിച്ചിരുന്നു. ആ ചേച്ചിക്ക് ആദരവും നമ്മുടെ അമ്പലത്തിലുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഊണുണ്ടായിരുന്നത്. എൻ്റെ ഫ്രണ്ട്സുകളുടെ ഫോട്ടോയാണ് ഞാൻ കൂട്ടത്തിൽ കൊടുത്തിരിക്കുന്നത്. ഊണുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ